സീനിയേഴ്സിനെ കളിയാക്കുന്നോടാ. എനിക്ക് റിവഞ്ച് എടുക്കണാളിയാ, റിവഞ്ച്. നമ്മൾ ആദ്യം അതിന് ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഒരാളുണ്ട്. ആര്? തങ്കണ്ണൻ. എടാ മോനെ. അപ്പൂപ്പ, ഇതേതാ ഈ പിള്ളേരൊക്കെ? പല്ലൊക്കെ തേച്ച് മക്കളെ, ഇനി വല്ലതും കഴിക്കണം. ഓ ജമ്പാനെ. ഓ അണ്ണ, ശ്രദ്ധിക്കാൻ പറ. ഓക്കെ അണ്ണ. ഡോ കളവാ, ഈ പിള്ളേര് ഏതാന്നാണ് ചോദിച്ചേ. ഇവര് നമ്മളെ പിള്ളേര് തന്നെയാ മക്കളെ. ആണോ? എന്നാ ഇനി മുതല് ജമ്പാനെ ഇവർ നമ്മളെയും പിള്ളേര്. അപ്പൊ ശരി എന്നാ മോനെ, നാളെ കാണാം. എനിക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. അതെയല്ലേ, അങ്ങനെ വീട്ടിൽ പോയിട്ട് ചുമ്മാ ഇരിക്കുള്ളതാണ്. ശരിയെന്നാ. ഇന്ന് കമ്പനിയായിട്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇവര് പോയിട്ട് നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോവാം. വിശക്കണം. മോനെ, എന്താണ് ഒരു രഹസ്യം? അതൊന്നുമില്ല അണ്ണാ. അത് മോനെ തങ്ക, പിള്ളേർക്ക് വിശക്കണമെന്ന് പറഞ്ഞയാ. വിശക്കണോ? നിങ്ങൾ പിള്ളേര് വിഷം നിറുക്കാൻ പാടില്ല. ബാ ബാ ബാ, വന്ന് വണ്ടി കയറി കയറി, നമുക്ക് കഴിക്കാൻ പോവാം. അളിയാ സെറ്റ്. കമ്പനി ആവാൻ പറ്റിയ അവസരം. ഇനി അവിടെ പോയിട്ട് നമുക്ക് കാര്യം പറയാം. ടൈമായില്ല, ടൈമായിട്ട് പറയാം. എടാ മോനെ, നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാ പറഞ്ഞോ. നിങ്ങളുടെ സ്വന്തം കടയായിട്ട് തന്നെ കണ്ടോ. എന്നാ പിന്നെ അണ്ണ ഒരു 4 ബക്കറ്റ് ചിക്കൻ. ഈ കിഴങ്ങ എല്ലാം നശിപ്പിക്കുമെന്ന് തോന്നണ്. ആ കൂടിപ്പോയാ 4? എന്നാ പിന്നെ ഒരു 8 എടുക്കങ്ങോട്ട്. ജമ്പാനെ, പിള്ളേർക്കുള്ള ബക്കറ്റ് ചിക്കൻ സെറ്റ് ആക്ക്. ജമ്പൻ ചേട്ടാ, ഈ തങ്കൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? പറഞ്ഞു കൊടി ജമ്പാനെ. അണ്ണൻ പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ബന്ധുവിന്റെ ബേക്കറിയിൽ ജ്യൂസ് അടിക്കാൻ കയറി. ദിവസവും അണ്ണന്റെ സ്വന്തം കടയായിട്ട് കണ്ട് അവിടെ ഇരുന്ന കൂൾ ഡ്രിങ്ക്സും ജ്യൂസും ഒക്കെ കുടിച്ചു ചേർത്ത്. ഇത് കണ്ട് കലി കയറി അണ്ണന്റെ ബന്ധു അണ്ണന് ചവിട്ടി പുറത്താക്കിയ കൂട്ടത്ത് അണ്ണ അവിടുന്ന് പൈസ അടിച്ചു മാറ്റി. എന്നിട്ട് അണ്ണൻ വളർന്ന് വലുതായപ്പോ ആ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങി. എന്നിട്ടെന്ത്, അണ്ണൻ അവിടെ നിന്ന് വെച്ചടി കയറ്റായിരുന്നു. ആ ബിസിനസ് ക്ലച്ച് പിടിച്ച് അങ്ങനെ അണ്ണൻ ഈ കാണുന്ന നിലയിലെത്തി. അത്രേ ഉള്ളൂ. എന്തടാ, നിനക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ്. നിനക്ക് മാസാണോ വേണ്ടേ? ഒരു ദിവസം അണ്ണന്റെ ബിസിനസ് കളിക്കാൻ അണ്ണന്റെ ബന്ധുവായ ചേട്ടൻ വീണ്ടും എത്തി. അണ്ണൻ ചാടി അഴിച്ച് അടിച്ചാ? ഇല്ല, ചോദിച്ച്. എന്തോന്ന്? എടാ മോനെ, എല്ലാവർക്കും ഒരു കുഴിമന്തി എടുക്കട്ടെ. ഇത് കേട്ട ഗുണ്ടകള് എന്നാ പിന്നെ ഒരു കുഴിമന്തി കഴിച്ചിട്ടാവാൻ ബാക്കിയെന്ന് പറഞ്ഞ് കഴിക്കായിരുന്നു. അയ്യേ, പക്ഷെ നമ്മുടെ അണ്ണൻ ബ്രില്യന്റ് അല്ലേ. അണ്ണൻ ആ കുഴിമന്തിയിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണ്ണൻ ആ ഗുണ്ടകളെ എല്ലാത്തിനെയും കൊന്ന്. കുഴിമന്തിയില് വിഷം ചേർത്താ? ഓ, അണ്ണൻ പണ്ടേ പൊളിയല്ലേ. എടാ മോനെ, എന്തോന്ന് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ കഴിക്ക്. എന്നിട്ട് അണ്ണൻ ചാടി ഡെസ്കിന്റെ മേളിൽ കയറി നിന്ന് ഒരു വിളിയുണ്ടായിരുന്നു.